ഹലോ, ഇനി നമുക്ക് ഗാൽവാനിക് ഫേഷ്യലിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? പലർക്കും അറിയണ്ടാവും ഗാൽവാനിക് ഫേഷ്യലിനെ കുറിച്ച്. ഗാൽവാനിക് ഫേഷ്യൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് ഒരു ലോ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തിവിട്ടിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണിത്. ഇത് മറ്റുള്ള ഫേഷ്യലിനെ അപേക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് വർക്ക് ആവും നമ്മുടെ സ്കിന്നിൽ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇല്ല, അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും സ്കിന്നിന്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗാൽവാനിക് ഫേഷ്യൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. മുന്നൊക്കെ ഗാൽവാനിക് ഫേഷ്യലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെഷീൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു, യൂസ് ചെയ്യാനൊന്നും അത്ര കംഫർട്ട് ആയിരുന്നില്ല. ഇപ്പോഴത്തെ ഗാൽവാനിക് മെഷീൻ എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ്. ഇത്രയും ചെറുതാണ്, ഇത്രയും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗാൽവാനിക് മെഷീനാണ് ഇപ്പോൾ വരുന്നത്. ഇതില് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഈ ഒരു സെന്ററിൽ ഒരു ബട്ടൺ ഉണ്ട്. ഇത് വരുമ്പോൾ ഈ ബ്ലൂവും റെഡും ഇങ്ങനെ മാറി മാറി കളിയും. ഈ ബ്ലൂ എന്ന് പറയുന്നത് പോസിറ്റീവും റെഡ് എന്ന് പറയുന്നത് നെഗറ്റീവും വേണ്ടിയിട്ടുള്ള മോഡാണ്. ഇത് പോസിറ്റീവിനുള്ളതും ഇത് നെഗറ്റീവിനുള്ളതുമായിട്ടുള്ള ബട്ടൺസ് ആണ്. ഇത് ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ബ്ലൂ തെളിയും, ഈ നെഗറ്റീവിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് തെളിയും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള മോഡ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലുള്ള ടോക്സിൻസിനെയും അഴുക്കിനെയും ഒക്കെ നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആ ഒരു പോസിറ്റീവിലിട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇപ്പൊ ബ്ലാക്ക് ഹെഡ്സിനെ ആയാലും നമുക്ക് റിമൂവ് ചെയ്യാം. ഒരു ഡീപ് ക്ലെൻസിംഗ് ആണ് ഈ നമ്മൾ പോസിറ്റീവ് മോഡിലിട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത്. അതായത് ഈ ഒരു മോഡിലിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഡീപ് ക്ലെൻസിംഗ് ആണ് സ്കിന്നിന് വേണ്ടിയിട്ട്. ഇത് സ്കിന്നിന്റെ ഉള്ളിലുള്ള ഇംപ്യൂരിറ്റീസിനെയും അതുപോലെ തന്നെ ടോക്സിൻസിനെയും എല്ലാം നമുക്ക് അങ്ങോട്ട് ക്ലെൻസ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് മോഡിലിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, നമ്മുടെ ഫേസിൽ സ്കിന്നിൽ ഒരു പ്രൊഡക്ട്സ് വെച്ചിട്ടാവും ഈ ഫേഷ്യൽ ചെയ്യുന്നുണ്ടാവും. ഈ പ്രൊഡക്ട്സിന്റെ നല്ലതിനെ എല്ലാം ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാനും ആ സ്കിന്നിനെ കൂടുതൽ ഹൈഡ്രേഷൻ കൊടുക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമ്മൾ ഈ ഫേഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ നന്നായി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെഗറ്റീവ് മോഡ് നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു ഗാൽവാനിക് ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് മോഡിൽ ചെയ്യുന്ന സമയത്ത് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും നമ്മുടെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മുടെ ഫേഷ്യലിന്റെ പ്രോസസിംഗ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ കറണ്ട് കടത്തിവിടുന്നത്. അത് വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള ഒരു കറണ്ടാണ് വരുന്നുണ്ടാവുള്ളൂ. നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് എഫക്ട്, ഒരു നമ്മുടെ സ്കിന്നിനെ ബേണിംഗ് സെൻസേഷൻ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഇതിലില്ല. വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള ഒരു കറണ്ടാണ് നമ്മൾ ഇതിലൂടെ കടത്തിവിടുന്നുള്ളൂ. ഇതിൽ ചാർജ് ചെയ്യാനുള്ള ഈ ഒരു മെഷീനെ ചാർജ് ചെയ്യാനുള്ള ഒരു വയറൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ചാർജ് കൊടുക്കുന്നത്. കണ്ടോ, അതൊക്കെ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഗാൽവാനിക് ഫേഷ്യൽ കൂടുതൽ ഓറഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറില്ലേ. അപ്പൊ നമ്മൾ ഓറഞ്ച് എവിടെ വെക്കും? ഇതിൽ പറ്റില്ല അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഓറഞ്ച്, നമ്മൾ നോർമലി ഗാൽവാനിക് ഫേഷ്യൽ ചെയ്യുന്ന പോലെ ഓറഞ്ച് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഓറഞ്ച് കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുതിയ ടൈപ്പ് മെഷീൻ എല്ലാവർക്കും പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പലരും ചെയ്യുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഗാൽവാനിക് ഫേഷ്യൽ എന്തുകൊണ്ടും വളരെ നല്ലൊരു ഫേഷ്യലാണ്. ഇത് സ്കിന്നിന്റെ ടെക്സ്ചറിനെ തന്നെ വളരെയധികം ഇംപ്രൂവ് ചെയ്യും. ബ്ലാക്ക് ഹെഡ്സിനെ റിമൂവ് ആക്കും. സ്കിന്നിന്റെ ടോക്സിൻസിനെയും ഇംപ്യൂരിറ്റീസിനെയും എല്ലാം ക്ലെൻസ് ചെയ്ത് സ്കിന്നിന് നല്ലൊരു ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ റിംപിൾസിനെ എല്ലാം റിമൂവ് ആക്കാം. ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ആക്കാം. അതുപോലെ തന്നെ നല്ലൊരു ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് കൂടിയാണിത്. സ്കിന്നിനെ നന്നായി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും സ്കിൻ ഇലാസ്റ്റിസിറ്റിയെ ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. സ്കിന്നിന്റെ സാഗിംഗ് ഒക്കെ വരുന്നില്ല, അതിനൊക്കെ മാറ്റാനും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയെ ഇംപ്രൂവ് ചെയ്യാനും ഇതിലൂടെ കഴിയുന്നുണ്ട് നമുക്ക്. അതുപോലെ ആക്നെ സ്കാർസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഹീൽ ചെയ്യാനും ഈ ഒരു ഫേഷ്യലിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ കണ്ണിന്റെ ചുറ്റുള്ള ഒരു പഫ്നെസിനെയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു മെഷീൻ വെച്ച് നമ്മൾ ഗാൽവാനിക് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളാണ്, നമുക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ, ഗാൽവാനിക് ഫേഷ്യൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ആൻഡ് ലൈക്ക്.